ഹായ്, ഞാൻ അമ്പിളി. ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഫീഡ് ചെയ്യാനോ അല്ലെങ്കിൽ അടക്കി നിർത്താനോ ഒക്കെ ആയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ വ്ളോഗുകൾ, കാര്യങ്ങൾ, അതായത് അവർ കുട്ടികളെ നോക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും കളിപ്പിക്കുന്നതും ഒക്കെയായുള്ള വീഡിയോ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ അവരെ അടക്കിയിരിക്കുകയോ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിലൂടെ കുട്ടികൾക്ക് എന്താ മനസ്സിലാകുന്നത്? ആ അമ്മ എത്ര ഭംഗിയായിട്ടാണ് ആ കുഞ്ഞിനെ നോക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്, അവരെത്ര ഭംഗിയായിട്ടാണ് അവരെ കളിപ്പിക്കുന്നത്, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ പേരൻ്റ് എന്താണ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പം ആ കുട്ടിക്ക് അറ്റാച്ച്മെൻറ്റ് ആരോടാണ് കൂടുതലുണ്ടാവുക? ആ കാണുന്ന ആളോടല്ലേ. പലപ്പോഴും ഈയിടെ ഒരു വ്ളോഗിൽ ഞാൻ കണ്ടതാണ്, ഏത് സമയവും ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നതും കാണുന്നതും എല്ലാം ആ വ്ളോഗ് കണ്ടിട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടിയുടെ തലയിലേക്ക് കയറുന്നത് എന്താണ്? ആ അമ്മ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, ചെയ്യുന്നത്, എൻ്റെ അമ്മയും അച്ഛനും എന്താണ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഒന്നിനും സമയമില്ല, ഇതാണ് എൻ്റെ അച്ഛനമ്മ, അല്ലെങ്കിൽ ഇതുപോലെ വേണം ഒരു അച്ഛനമ്മ എന്നുള്ളൊരു സന്ദേശം, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് അല്ലേ ആ കുഞ്ഞിൻ്റെ തലയിലോട്ട് കയറുക. മറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മളൊന്നും ചെയ്തു കൊടുക്കുന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് സമയം നമുക്ക് ചെയ്തതിന് ശേഷം നമ്മളായിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവരതിൽ കളിക്കുകയും രസിക്കുകയും അല്ലെങ്കിൽ അതിലൊരു സന്തോഷം കണ്ടെത്തുമ്പോൾ നമ്മൾ ഓർക്കും, കുഞ്ഞ് സന്തോഷിക്കുകയാണ് അല്ലെങ്കിൽ ചിരിക്കുകയാണ്, അവനതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്നുള്ള ഓർമ്മയിലാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപകടമാണെന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് നമ്മുടെ കുഞ്ഞിന് നമ്മൾ വേണം സമയം കൊടുക്കാനും സ്നേഹിക്കാനും. ആ ഒരു സമയവും സ്നേഹവും ഇന്ന് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നാളെ അത് തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക.